ഇസ്രയേൽ ഇറാൻ യുദ്ധം നടന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇറാൻ ടി വി, അവരുടെ ഇറാന്റെ ഒരു സ്റ്റേറ്റ് ടെലിവിഷൻ ഉണ്ടായിരുന്നു. അവർ ഇതുപോലെ ഇസ്രയേലിനെ പറ്റി അപവാദമൊക്കെ പറഞ്ഞുണ്ടാക്കി അവിടെ, അതായത് അവിടെ ഈ വീട് പുര കത്തുമ്പോൾ വാഴ ഇത് പറയില്ലേ, വാഴ നടുക എന്ന് പറയുന്ന പോലെ അവിടെ ഇതിൻ്റെ ഇടയ്ക്കൂടെ അവർ റേറ്റിംഗ് കൂട്ടി ലാഭമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഇസ്രായേലിൻ്റെ ഒരു മിസൈൽ വന്ന് വീഴുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അവരൊക്കെ ഇറങ്ങി ഓടുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒന്നും ഇപ്പോൾ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു മിസൈൽ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വന്ന് വീണിട്ടുണ്ട്. അത് ഈ കന്യാസ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ചാനലുകളും ന്യൂസ് ഡിബേറ്റ് അത് മാത്രമായിരുന്നു. വേറെ ഒരു വിഷയം ഇവർക്ക് തൊടാനായിട്ടില്ലായിരുന്നു. കേരളത്തിലെ പല വിഷയങ്ങളും ഉണ്ട്, അതൊന്നും ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അടവായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നീട്. അപ്പം അതെന്തായാലും പൊളിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ്. കാരണം അമിത്ഷായും ഇവിടുന്ന് രാജീവ് ചന്ദ്രശേഖർ അങ്ങ് പോയിരുന്നു, ഛത്തീസ്ഗഡിൽ പോയിരുന്നു, പിന്നീട് കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു. എന്തായാലും അമിത്ഷായും രാജീവ് ചന്ദ്രശേഖറും കൂടെ ഈ കന്യാസ്ത്രീകളുടെ വച്ച് ഇനി അധികം നിങ്ങൾ ചർച്ച ചെയ്യേണ്ട, അത് നമ്മൾ ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ തിരിച്ചടി തന്നെയില്ലേ. മാധ്യമങ്ങൾക്ക് മാത്രമല്ല, ഇവിടുന്ന് അങ്ങ് ഇന്ന് ഷോ കാണിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ റഹീമും ടീമും ഒക്കെ. അപ്പോൾ അവർക്കൊക്കെ കിട്ടിയ ഒരു വലിയ തിരിച്ചടി തന്നെയല്ലേ സാർ അത്? ശരിയാണ്, വിജയ് പറഞ്ഞത് ശരിയാണ്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യുമെന്ന് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ മാധ്യമങ്ങളോ വിചാരിച്ചിരുന്നില്ല. ഒരു വടക്കേ ഇന്ത്യൻ വിഷയം വീണ് കിട്ടിയിരിക്കുകയാണ്. BJP പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നു. ഒന്നന്തരം വിഷയമാണ്. അതിൽ ഉപരിയായിട്ട് 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. ഇതിലെയും മധുര മനോഹരമായ മറ്റൊരു വിഷയം നമ്മുടെ ചാനലുകൾ കിട്ടാനില്ലല്ലോ. അവരത് വലിയ ചാകര പോലെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ചാനലുകളും 5-8 പ്രധാനപ്പെട്ട ചാനലുകളിലെല്ലാം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ചർച്ചയും ബഹളവും കടിച്ചു കീറലും ആക്രോശവും ഇതൊക്കെ തന്നെ ഈ ഒരൊറ്റ വിഷയത്തെ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഇതാ പൊടുന്നനവേ ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്നു. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. അതുപോലെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ വലിയതായിട്ടൊന്നും ഇടപെടേണ്ട കാര്യങ്ങളുള്ള വിഷയങ്ങളല്ലിത്. പക്ഷെ അതിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അവർ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട ലോക്സഭയിലെയും രാജ്യസഭയിലെയും ചർച്ചകളിലും അമേരിക്കയുടെ ട്രംപിന്റെ വിവരക്കേടിന്റെ കാര്യങ്ങളിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് ഓടി നടക്കുകയാണ്. അതിന്റെ ഇടയിലും നമ്മുടെ പ്രധാനമന്ത്രി സമയം കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തോടെ കൃത്യമായിട്ട് സുരേഷ് ഗോപി, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP, കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നിന്ന് ഒരാൾ ഗർജിക്കുന്നത് കേട്ടു, സുരേഷ് ഗോപി എവിടെ എന്നുള്ളത്. അദ്ദേഹം ഷൂട്ടിംഗ് സൈറ്റിലാണോ, അദ്ദേഹം ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിങ്ങിൽ നടക്കുകയാണോ എന്നൊക്കെ ഉള്ള മട്ടിലാണ് ചോദ്യങ്ങൾ വന്നത്. ഇന്നിപ്പോ കൃത്യമായിട്ട് വാർത്തകൾ വരുന്നുണ്ടല്ലോ, ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രിയുമായിട്ട് കാര്യങ്ങളെക്കുറിച്ച്, അതിന്റെ ഗൗരവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിച്ചു. തുടർ നടപടികൾ വളരെ പെട്ടെന്നാണ് നടപടികൾ ഉണ്ടായത്. പരസ്യ പ്രസ്താവന വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവരെ കണ്ട ഇവര് രണ്ടുപേരും കേന്ദ്രമന്ത്രിമാരാണ്. ജോർജ് കുര്യനെയും ആരോപണത്തിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ അവര് രണ്ടുപേരും കേന്ദ്രമന്ത്രിമാരാണ്, വെറുതെ MP-മാര് മാത്രമല്ല. നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ അവർക്ക് പെട്ടെന്ന് കോടതിയുടെ വരികളിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പെട്ടെന്ന് പറയാൻ പറ്റുകയില്ല. ആ ഒരു പരിമിതി മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരവരുടെ ചെയ്യേണ്ട ജോലികൾ അവർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് മുമ്പേ വിജയ് സൂചിപ്പിച്ചതുപോലെ ഇറാൻ ടിവിയുടെ അവതാരക അവര് വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാർത്ത വായിച്ച് ഉത്സാഹിച്ച് ഇസ്രായേലിനെതിരെ ഇങ്ങനെ പറഞ്ഞ് അവിടുത്തെ ഇറാൻ ജനതയെ അങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു. മുമ്പേ പറഞ്ഞ വാക്ക് തന്നെ റേറ്റിംഗ്. റേറ്റിംഗ് ആണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അല്ല സത്യം കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ഉള്ള അഭ്യാസങ്ങളല്ല ഈ നടക്കുന്നതൊക്കെ. അതിൻ്റെ ഇടയിലാണ് ഇസ്രായേലിന്റെ ഒരു മിസൈല് അവരുടെ സ്റ്റുഡിയോയുടെ മുകളിൽ വീണത്. ഈ അവതാരക നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ഒരു രംഗം നമ്മൾ കണ്ടായിരുന്നല്ലോ. ഏതാണ്ട് അതിന് സമാനമായ അവസ്ഥ തന്നെയാണ് നമ്മുടെ ടെലിവിഷൻ ചാനലുകളുടെ മുറികളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിളിച്ചുകൊണ്ട് ഓടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇനി ആക്രമിക്കാൻ ഒരു വിഷയം കഴിഞ്ഞു പോയില്ലേ. 4 ദിവസം അന്തിച്ചർച്ച ചെയ്തും മറ്റു വിഷയങ്ങളിലെ മറ്റ് തരത്തിലൊക്കെ പ്രലോഭിപ്പിച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തിയും ആളുകൾക്കിടയിൽ എന്തെല്ലാം ചെയ്തു വെക്കാമോ, എന്തെല്ലാം ഡാമേജ് ഉണ്ടാക്കി വെക്കാമോ, അല്ലെങ്കിൽ മനുഷ്യരെ 2 തട്ടിലാക്കാമോ, അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത ശേഷം ഇതാ പോയിരിക്കുന്നു. ഇപ്പൊ അത്തരം ആ ചാനൽ മുറികളിലൊക്കെ കണ്ണീർ മഴ പെയ്യുമെന്നാണ് പറയുന്നത്.
സാധാരണ ഇപ്പൊ മഴ കൂടിയിട്ടുണ്ടോ 1-2 ദിവസമായിട്ട്, അതിനെക്കാട്ടിൽ ഉപരിയായിട്ടുള്ള പ്രളയമാണ് ചാനൽ മുറികളിൽ ഉണ്ടായിരിക്കുന്നത്. വിഷയം കയ്യിൽ നിന്ന് പോയില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പൊ ജാമ്യം പരിഗണിക്കുകയാണ്. ഇപ്പൊ NIA കോടതി ഇന്നിപ്പോ അവരുടെ ജാമ്യം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഏത് സമയത്തും ഒരു 5 മണിക്ക് മുമ്പായിട്ട് അതിന്റെ ഒരു തീരുമാനം ഉണ്ടാവും തോന്നുന്നു. അപ്പൊ ആ ജാമ്യം NIA കോടതിയിൽ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം. എന്തായാലും 2 ദിവസത്തിനകം 2-3 ദിവസത്തിനകം കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അസന്നിഗ്ധമായിട്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് പ്രധാനമന്ത്രിയുടെ വാക്ക്, ഇന്നലെ അദ്ദേഹത്തെ കണ്ട ആഭ്യന്തരമന്ത്രിയെ കണ്ട UDF LDF എല്ലാ MP മാരും പോകുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ അവിടെ ആണല്ലോ. ഛത്തീസ്ഗഡ്, റായ്പൂര്, ദുർഗ് ഈ പ്രദേശങ്ങളിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. ഇന്ന് തന്നെ ഒരു MP പോയില്ല, 2 വനിതാ MP മാരും പോയിട്ടുണ്ട്. CPM-ന്റെ 2 MP-മാരല്ല, 2 നേതാക്കളും പോയിട്ടുണ്ട്. അവരും ഇന്ന് അവിടെ ജയിൽ കവാടത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഒരു MP പറഞ്ഞു, PK ശ്രീമതി ടീച്ചർ പറഞ്ഞൊരു കാര്യം വളരെ സത്യസന്ധമാണ്. ഞങ്ങളെ കൂടെ വിളിച്ചിട്ട് പോയാൽ പോരായിരുന്നോ, എന്തിനാണ് ഇവരെല്ലാം ആദ്യം ഓടിപ്പോയത്, ഞങ്ങളൂടെ വരത്തില്ലായിരുന്നോ എന്ന് അവർ ചോദിക്കുന്നത്. അപ്പൊ നാടകം കളിക്കാൻ പോയതാണോ? സത്യസന്ധമായ ഒരു വാക്ക് അവരുടെ വായിൽ നിന്ന്, നാടകം കളിക്കാൻ പോയതാണോ എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ഈ മറ്റ് BJP അടക്കമുള്ള മറ്റ് കക്ഷികൾ ഇവരോട് തിരിച്ച് ചോദിക്കുന്നത്. ഇവിടെ ചർച്ചകൾ എന്തെല്ലാമായിരുന്നു കന്യാസ്ത്രീകളുടെ പേരിൽ. അവർ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, ഇത് ചില ആശയക്കുഴപ്പം ഉണ്ടായിപ്പോയതാണ്, അതല്ലാതെ അവിടെ NIA ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. NIA-യുടെ പരിധിയിൽ വരുന്ന കേസും വിഷയങ്ങളും ഒന്നും കന്യാസ്ത്രീകൾ ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പറയുന്നത്. ഇതിനപ്പുറത്ത് ആര് പറയാനാണ്? ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയെ നേരത്തെ തന്നെ വിളിച്ചു വരുത്തി. ഇന്നലെ എന്തോ അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ വളരെ നേരത്തെ തന്നെ എത്താൻ പറഞ്ഞു. ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയെ BJP-യോട് വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ അമിത്ഷായോ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തി വിഷയത്തിന്റെ ഗൗരവം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. സർക്കാർ എതിർക്കുകയില്ല, സർക്കാർ ജാമ്യാപേക്ഷ എതിർക്കുകയില്ല. അതേപോലെ തന്നെ അമിത്ഷായുടെ വായിൽ നിന്നല്ലേ ആ വാചകം വന്നില്ലേ എന്നാണ് ഇവിടുത്തെ UDF MP-മാര് പറയുന്നത്. NIA വകുപ്പിലെ NIA കോടതിയിലേക്ക് ആ വിഷയം വിടേണ്ട കാര്യമില്ല. ഇപ്പൊ ഇത് ഇവിടെ ഈ മത പ്രീണനം എന്നായിരുന്നല്ലോ കോൺഗ്രസിന്റെയും LDF-ന്റെയും പ്രധാനമായിട്ടുള്ള ഒരു വീഴ്ച, അവരുടെ തകർച്ചയ്ക്ക് കാരണമാവുന്നത് അതാണല്ലോ. ഇപ്പൊ BJP-യിലേക്കും അതിൻ്റെ ഒരു വൈറസ് കയറിയിട്ടില്ല എന്നുള്ള ഈ വിഷയത്തിൽ. കാരണം കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളായതുകൊണ്ടും പിന്നെ സിറോ മലബാർ സഭയുടെ ഇടപെടലും കൊണ്ടാണ് കേരളത്തിൽ ഇത് ഇത്ര വലിയ ഇപ്പം ഏതെങ്കിലും പെന്തക്കോസ്റ്റ് ആയിട്ടുള്ള കന്യാസ്ത്രീകളോ അങ്ങനെ ആരെങ്കിലും ഇവിടെ ആർക്കും തിരിഞ്ഞു നോക്കത്തില്ല. ഇപ്പം സിറോ മലബാർ സഭയുടെ ഇതുള്ളതുകൊണ്ട്. അപ്പം ഇവിടെ ഇപ്പം രാജീവ് ചന്ദ്രശേഖറും ഈ അമിത്ഷായൊക്കെ ഇപ്പം ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖറാണ് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തതെന്ന് പറയുന്നു. അപ്പം അത്തരത്തിലൊരിത് ഉണ്ടാകുമ്പോൾ ഈ മത സംഘടനകൾക്ക് മുമ്പിൽ BJP ഒന്ന് തലകുനിക്കുന്നത് പോലെ തോന്നുന്നില്ല. കാരണം മറ്റേ പാർട്ടികൾ ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ഇവിടെ വീണ്ടും BJP ആവർത്തിക്കുന്നതെന്ന് തോന്നുന്നില്ല. കാരണം ഞാനിത് പറയാൻ കാരണം ഇതിപ്പോഴും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. കോടതി തന്നെയാണ് NIA-യുടെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോയി അവർക്ക് ജാമ്യം വാങ്ങിച്ചു കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഒരു ശുപാർശയാക്കി പോകുന്നത് ഈ പറയുന്ന പോലെ ഇത് ക്രിസ്ത്യാനി വോട്ടുകൾക്ക് വേണ്ടിയാണെന്നൊരു ആക്ഷേപം മറുപക്ഷത്തുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് സാർ കാണുന്നത്? അതിനകത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയുടെ പിന്നെ 2 കന്യാസ്ത്രീകളാണ്, സഭയിൽപ്പെട്ട കന്യാസ്ത്രീകളാണ് അതിനകത്തില് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. അത് സത്യമാണ്. പക്ഷേ അവരുടെ പേരിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന 2 ആരോപണങ്ങൾ, അവരെ കേസിന് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് മതപരിവർത്തനമാണ്. മതപരിവർത്തനത്തിന് അവരവിടെ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അവർക്കപ്പൊ കൃത്യമായിട്ട് ആ രേഖകൾക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഈ കുട്ടികൾ ഓൾറെഡി മറ്റൊരു കത്തോലിക്ക സഭയല്ല, മറ്റൊരു സഭയിൽപ്പെട്ട ആളുകളാണ്. അത് തെളിയിക്കാനുള്ള രേഖകൾ ഈ കന്യാസ്ത്രീയുടെ കൈവശം ആ സമയത്തില്ലായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു വകുപ്പുണ്ട് അവിടുത്തെ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ നിയമത്തിന്റെ ഛത്തീസ്ഗഡ് ഫ്രീഡം ഓഫ് റിലീജിയസ് ആക്ട് ആണ്. ആ ആക്ട് പ്രകാരമാണ് ഒരു വകുപ്പ് നിൽക്കുന്നത്. രണ്ടാമത്തേത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് റെഗുലേഷൻ ആക്ട്. അതാണ് കഴിഞ്ഞ 3 ദിവസം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. പ്രൈവറ്റ് പ്ലേസ്മെന്റ്, നമുക്കൊരു സ്വകാര്യ ജോലി, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നതിന് അവിടെ നിന്ന് ഈ പറയുന്ന ബസ്തർ ഉള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നക്സൽ സാന്നിധ്യമുള്ള മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ പൊതുവായിട്ടും ആളുകളെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ കൺസെന്റ് വേണം, രക്ഷിതാക്കളുടെ കൺസെന്റ് വേണം. അതേപോലെ തന്നെ ഏത് സ്ഥാപനമാണ് കൊണ്ടുപോകുന്നത്, ഇവർ എന്ത് ജോലിയാണ് കൊടുക്കാൻ പോകുന്നത്, ഇത് സംബന്ധിച്ച ആധികാരിക രേഖ സർക്കാരിന്റെ വെബ്സൈറ്റിൽ കൊടുക്കണം. അതൊരു സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്തില്.
ആ സൈറ്റിൽ നിങ്ങളത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത ശേഷമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ആ നിയമമുണ്ട്. ഈ 2 നിയമങ്ങളാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് പറയുകയാണെങ്കിൽ സാങ്കേതികമായ വിഷയം തന്നെയാണ്, ടെക്നിക്കൽ വിഷയമാണ് ഇതിനകത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തേത് പ്രൂഫ്, അവർ ക്രിസ്ത്യാനികളാണെന്നുള്ളത് പ്രൂഫ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല, കാരണം അവർ ഹിന്ദു നാമധാരികളാണ് ആ സമയത്തും. രണ്ടാമത്തെ ഇത് തന്നെയാണ്, ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു, എങ്ങനെ കൊണ്ടുപോകുന്നു, ഇവർ വാക്കാൽ പറഞ്ഞതേ ഉള്ളൂ. അത് സംബന്ധിച്ച ഗവൺമെന്റ് രേഖകളില്ല, സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള രേഖകളുടെ പ്രൂഫില്ല. ഇത് രണ്ടുമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കുന്ന ഒരു തകരാറാണ് എന്ന് അദ്ദേഹം പറയുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ്. മറ്റേതോടല്ല. ഇപ്പൊ പെന്തക്കോസ്ത് മറ്റ് സഭകള് അവർ ചെറിയ സഭകളൊക്കെ ആണെങ്കിൽ പോലും അവിടെ നിർബന്ധിതമായിട്ട് അവിടെ ചെന്ന് ഫോഴ്സ് മതപരിവർത്തനം നടത്തുന്ന വകുപ്പുകളിലാണ് അത്തരം കേസുകളൊക്കെ പണ്ടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് BJP അങ്ങനെ അവരുടെ മറ്റൊരു ഇതിന്റെ മുമ്പിൽ തലകുനിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥം എനിക്ക് തോന്നുന്നില്ല. അത് പൂർണ്ണമായിട്ടും ശരിയാണോന്ന് തോന്നുന്നില്ല. ഇത്തരം ഒരു സംഭവം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇന്നലെ കണ്ട സംഭവം അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഗവൺമെന്റ് കാര്യങ്ങളില് ഗവൺമെന്റ് അതാണ് പറയുന്നത്, ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നാൽ മതി. വ്യക്തത വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ചുവിടാം, കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കാം. അതുകൊണ്ടാണ് ഇത് സർക്കാർ എതിർക്കത്തില്ല എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ ആക്ട് ഒക്കെ നിലനിൽക്കും. അവരെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് പാസാക്കിയ ആക്ട് നിലനിൽക്കും. ഇനി ആരും ഇതിനെ ശ്രമിക്കത്തുമില്ല. ഇത്തരം ശ്രമങ്ങൾക്ക് ആരും പോകത്തില്ല. ഇതൊരു നല്ല പാഠമാണ്, ഇതൊരു നല്ല സൂചനയായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, 6-7 ദിവസമായിട്ട് കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആദിവാസി കുട്ടികളെ അവിടുത്തെ കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല. അപ്പൊ ഇതൊരു പാഠമാകും. ആര് ശ്രമിച്ചാലും അവർക്ക് ഇതൊരു പാഠമാകും. അതാണ് ഈ വിഷയത്തിൽ എനിക്ക് ഉള്ള അഭിപ്രായം. പിന്നെ ഈ ചാനൽ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നില്ല. കേരളത്തിൽ ചാകര വന്നടിഞ്ഞത് പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അവിടെ. ചാകര വന്ന് വീഴുന്നത് പോലെയായിരുന്നു. ചാനൽ മുറികളിൽ പറഞ്ഞത് എന്താണ്, അവരിതിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചൊന്നും പരിഗണിക്കുന്നില്ല. അറിയാൻ വയ്യാഴി അല്ല കേട്ടോ. നമ്മുടെ ജേർണലിസ്റ്റുകളെ, ടെലിവിഷൻ ജേർണലിസ്റ്റുകൾക്കൊന്നും ഇത് അറിയാൻ വയ്യാഴി അല്ല. അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, നമ്മളെക്കാട്ടി ധാരണയുള്ള ആളുകളാണ്. പക്ഷെ നമ്മൾ മുമ്പേ പറഞ്ഞ റേറ്റിംഗ് ആണ്, മാർക്ക് റേറ്റിംഗിനുള്ള പിടുത്തമാണ്. ഇപ്പൊ 3-4 ചാനലുകൾ കിടന്ന് കടും പിടുത്തമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിനും കാലിനും ഒക്കെ പിടിക്കുകയാണ്. എങ്ങനെങ്കിലും പിടിച്ച് 1ാം സ്ഥാനത്തേക്ക് വരിക, എന്നെങ്കിലല്ലേ പരസ്യം കിട്ടുകയുള്ളൂ. മാർക്ക് റേറ്റിംഗിൽ 1ാം സ്ഥാനത്തൊക്കെ വന്നെങ്കിലേ പരസ്യം കിട്ടും. 1-നും 2-നും 3-നും ഒക്കെ പരസ്യമുള്ളൂ. അല്ലെ താഴോട്ട് വരുന്നവർക്ക് പരസ്യമില്ല. പരസ്യം കിട്ടിയില്ലെങ്കിൽ സ്ഥാപനം ഓടിക്കാൻ പറ്റുമോ? ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ഇതൊന്നും സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അവരെ ഇവിടെ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യാമെങ്കിലും ചെയ്തുകൊള്ളുക. അതുകൂടാതെ കേരളത്തിൽ ഒരു പൊതു ട്രെൻഡ് ഉണ്ട്. മറ്റാർക്കെതിരെയും പറയുന്നതിനെക്കാട്ടിൽ ഏറ്റവും സുഖം BJPക്കെതിരെ പറയുക. BJPക്കെതിരെ കൈ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ പൊലിപ്പിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത് കേൾക്കുന്നതിനായിട്ട് ഒത്തിരി ആളുകളുണ്ട്. BJPക്കെതിരെ പറയുന്നത് കേൾക്കുന്നതിനായിട്ടാണ് ധാരാളം ആളുകൾ ഉള്ളതെന്നുള്ളത്. അത് കുറെ നാളുകൊണ്ടുള്ള ട്രെൻഡാണ് ഇവിടെ. നമ്മൾ ഇവിടെ കേരളത്തിൽ ഈ ചുളുവിൽ വിപ്ലവകാരിയാവാനായിട്ടുള്ള വളരെ സേഫായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് കേരളത്തിൽ ഇരുന്നുകൊണ്ട് BJP വിമർശിക്കുക എന്ന് പറഞ്ഞാൽ. ഇവരെന്തോ ഇവർക്ക് ഇപ്പോൾ വേടനൊക്കെ കണ്ടിട്ടില്ലേ, വിപ്ലവകാരി ആവാനും പറ്റും. ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയാണ് വിമർശിക്കേണ്ടത്, അല്ലേ? ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ലേ, അത് ചെയ്യൂല. ധൈര്യമായിട്ടിരുന്ന് ഇവർക്ക് മോദിയെ ചീത്ത വിളിക്കാം. കാരണം അതിന് വലിയ ധൈര്യമൊന്നും വേണ്ട. എന്നിട്ട് ഇവരിവിടെ ഇരുന്ന് വിപ്ലവകാരിയോ എന്തൊരു ധൈര്യമാണ് മോദിയെ വിളിക്കുന്നു, പ്രധാനമന്ത്രി ചീത്ത വിളിക്കുന്നു എന്നൊക്കെ. അപ്പം അത്തരത്തിൽ ഇവർക്ക് കേരളത്തിൽ വളരെ സേഫായിട്ടുള്ള, അതായത് 4 വോട്ടിന് ആണെങ്കിലും തിയേറ്ററിൽ ആളെ കുത്തിക്കയറ്റാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും കേന്ദ്ര സർക്കാരിനെ ചീത്ത വിളിച്ചാൽ 4 തുട്ടുണ്ടാക്കാനും 4 വോട്ട് ഉണ്ടാക്കാനും ഇവിടെ പറ്റും എന്നുള്ളതിൽ സാർ പറഞ്ഞതുപോലെ വളരെ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഓരോ സംഭവങ്ങളും നമ്മൾ നോക്കിക്കൊള്ളുക. ചില സമുദായങ്ങളെ പ്രീണിപ്പിക്കുക, അതാണ് അതിന്റെ അടിസ്ഥാന ലക്ഷ്യം. BJPയെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ചില സമുദായങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടാകും. അവർക്ക് അങ്ങ് വളരെ ഇഷ്ടം വരും. അവര് നമ്മുടെ പങ്കാളികളായിട്ട് മാറുന്നു. അപ്പൊ അവര് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സമുദായങ്ങളാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം. BJP എന്നുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ വലിയ പിന്തുണ കിട്ടും. ഏതാണ്ട് 30% വരികയാണ്, അതിന്റെ ജനസംഖ്യ അത്രയും വരികയാണ് കേരളത്തിൽ. അപ്പൊ അതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് തോന്നുന്നത്. ഇപ്പൊ BJPക്കെതിരെ പ്രത്യേകിച്ച് കേരളത്തിൽ കിട്ടിയാലും വടക്കേ ഇന്ത്യയിൽ കിട്ടുകയാണ് ഏറ്റവും ലാഭം. അവിടെ തന്നെ പശു, ആട് വെടിവെപ്പ്, അല്ലെങ്കിൽ റേപ്പിസം, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ വരുന്ന അവിടെ നിന്നാണല്ലോ. എവിടെങ്കിലും കാട്ടുമൂല നടക്കുന്ന സംഭവങ്ങളാണെങ്കിൽ ഇവിടെ അങ്ങ് പൊലിപ്പിക്കും. ഇതാണ് സംഭവിക്കുന്നത്.
ഇന്നലെ ഇത് തന്നെയാ സംഭവിച്ചത്. ചാനൽ അവതാരകരടക്കം രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളെ 3-4 പേരങ്ങ് നിരന്ന് നിൽക്കും. രാത്രിയിലത്തെ അന്തിച്ചർച്ചയ്ക്ക് നിരന്ന് നിൽക്കും. ഇവരുടെ നടുക്കോട്ട് ഒരു BJP-കാരനെയും കൂടി ഇട്ട് കൊടുക്കും. അത് വേണമല്ലോ, അയാളെ കടിച്ചു കൊടയാൻ ഒരുത്തൻ വേണമല്ലോ, നമുക്ക് കടിച്ചു പറിക്കാൻ ഒരാൾ വേണം. ഒരു BJP-കാരനെ കൂടി ഇട്ട് കൊടുത്തിട്ട് ആങ്കർ അടക്കമുള്ളവരങ്ങ് ആക്രോശമാണ്. അപ്പൊ ചാനൽ മുറികളില് ഇങ്ങനെ പറയുന്ന ആളുകള് അവര് പിന്നെ ചാടിച്ചാടിയാണ് ആക്രമിക്കുന്നത്. സുരേഷ് ഗോപി എന്തിയെ, മറ്റവരെന്തിയെ, നിങ്ങൾക്ക് അവിടെ അരമനയെ കയറാനൊക്കത്തില്ല, ചായ കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇന്നലെ ചായ കിട്ടി. നമ്മളറിഞ്ഞ അങ്ങനെയാണ്. ഇന്നലെ ചായ കിട്ടിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനെ പിന്നെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് നിന്നും ഇപ്പൊ തൃശ്ശൂര് ബിഷപ്പിനെയും ആർച്ച് ബിഷപ്പിനെയും കണ്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും ചായ കൊടുത്തെന്നാണ് നമ്മുടെ അറിവ്. രണ്ടുപേരും ചായ നിഷേധിച്ചിട്ടില്ല. അപ്പൊ അത് എല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. പക്ഷെ ഇനിയുള്ള കാലം അതറിയാം. ടെലിവിഷൻ കാര്യങ്ങളിലേക്ക് വരാൻ പോകുന്ന നിയന്ത്രണങ്ങളും കാര്യങ്ങളും അവർക്ക് അറിയാം. പിന്നെ അതുകൊണ്ട് അവരിപ്പോ എന്താണ്, സെൽഫ് പ്രൊമോഷനാണ്. എല്ലാ അവതാരകരും സെൽഫ് പ്രൊമോഷനാണ്. അവരത് ചെയ്യുന്ന എന്താണ്, അവരിപ്പോ സുന്ദരിയാണ് അല്ലെങ്കിൽ മറ്റേ സുന്ദരനാണെന്ന് പറഞ്ഞ് പടം എടുത്തിടുക, അതേപോലെ തന്നെ റീലുകൾ സൃഷ്ടിച്ചിടുക, അത്തരത്തിലുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ കൂടാണ് അവരും ഇപ്പൊ ജീവിച്ചു പോകുന്നത്. കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാഴികയല്ല, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർ നല്ല തികഞ്ഞ ബോധമുള്ള ആളുകളാണ്.